ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആലീസ് എന്താണെന്നാണ് പഠിച്ചത്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേംസ്, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമുക്കിവിടെ കാണാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ, അതായത് ഇന്നത്തെ ഈ വീഡിയോ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസാക്ഷൻസ്, ആ ട്രാൻസാക്ഷൻസിൽ വരുന്ന അക്കൗണ്ടുകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻസ്? ബിസിനസ്സിനകത്ത് വരുന്ന ഇടപാടുകളെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റ് പേ ചെയ്യുന്നു, കമ്മീഷൻ നമുക്ക് കിട്ടുന്നു, നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു, നമ്മൾ ഫർണിച്ചർ വാങ്ങുന്നു, അങ്ങനെയുള്ള അങ്ങനെയുള്ള ഇടപാടുകളെയാണ് നമ്മൾ അക്കൗണ്ടിങ് ടേമിൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷനും ആ ട്രാൻസാക്ഷനിൽ വരുന്ന രണ്ട് അക്കൗണ്ടുകളെയും പരിചയപ്പെടാം. അതിനായിട്ട് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം പർച്ചേസ് കമ്പ്യൂട്ടർ ബൈ ക്യാഷ്. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ബൈ ക്യാഷ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മോണിറ്ററി ടേമിൽ അളക്കാൻ പറ്റണം. അതായത് പണപരമായിട്ട് നമുക്ക് ഓരോ ട്രാൻസാക്ഷനെയും അളക്കാൻ പറ്റണം. ഇപ്പോൾ ഉദാഹരണം നമുക്കിവിടെ കാണാം, പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ബൈ ക്യാഷ്. അതായത് ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന ഒരു മോണിറ്ററി സാധനം വന്നു. അതായത് നമുക്ക് ഈ കമ്പ്യൂട്ടറിനെ ക്യാഷുമായിട്ട് അളക്കാനായിട്ട് പറ്റും. ഇത്ര വിലയുള്ള ഒരു കമ്പ്യൂട്ടറാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഡബിൾ എൻട്രി സിസ്റ്റം. ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ രണ്ട് അക്കൗണ്ടുകളെ ബാധിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ക്യാഷ് കൊടുത്ത് വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്നാണ്, രണ്ടാമത് ക്യാഷ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനിലും രണ്ട് അക്കൗണ്ടുകളെ ബാധിക്കും എന്ന് പറഞ്ഞു. ഈ രണ്ട് അക്കൗണ്ടുകളെ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ട്രാൻസാക്ഷനിലും ഒരു ഗിവിങ് ആസ്പെക്റ്റും അതുപോലെ തന്നെ റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. അതായത് ബിസിനസ്സിലേക്ക് ഒന്ന് വരുമ്പോൾ ഒരു സാധനം ബിസിനസ്സിൽ നിന്ന് പോകും. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു വസ്തു വന്നപ്പോൾ ക്യാഷ് പുറത്തോട്ട് പോയി, അല്ലേ? കമ്പ്യൂട്ടർ വാങ്ങിയത് ക്യാഷ് കൊടുത്താണ്. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ അക്കൗണ്ട്, രണ്ടാമത്തേത് ക്യാഷ് അക്കൗണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു റിസീവിങ് ആസ്പെക്റ്റ് ആണ്. ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിയത്, അതുകൊണ്ട് തന്നെ ക്യാഷ് ഒരു ഗിവിങ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ രണ്ട് അക്കൗണ്ടുകൾ വന്നു. ആ രണ്ട് അക്കൗണ്ടുകളുടെയും ഒരു നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് ഉള്ളതായിരിക്കും, രണ്ട് ഗിവിങ് ആസ്പെക്റ്റ് ഉള്ളതായിരിക്കും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്. ബിസിനസ്സിലേക്ക് കമ്മീഷൻ ക്യാഷ് ആയിട്ട് വന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ മീനിങ് ഇതാണ്. ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ കണ്ടു, ക്യാഷ്. രണ്ടെന്ന് പറയുന്നത് കമ്മീഷനാണ്. അപ്പോൾ ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്മീഷൻ അക്കൗണ്ട്, രണ്ടാമത് ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന റിസീവിങ് ആസ്പെക്റ്റ് ഏതാണ്? ക്യാഷ്. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്. അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണ്. അപ്പോൾ റിസീവിങ് ആസ്പെക്ട് ക്യാഷ് ആയതുകൊണ്ട് തന്നെ ഗിവിങ് ആസ്പെക്ട് ഏതായിരിക്കും? കമ്മീഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിലെ രണ്ട് അക്കൗണ്ടുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ റെന്റ് പെയ്ഡ് ബൈ ചെക്ക്. നമ്മൾ റെന്റ് എന്ന് പറയുന്നത് ചെക്ക് വഴി കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് രണ്ട് അക്കൗണ്ടുകളിൽ ആദ്യത്തെ അക്കൗണ്ട് റെന്റ് ആണെന്ന് മനസ്സിലായി, റെന്റ് അക്കൗണ്ട്. പക്ഷേ ഇവിടെ ചെക്ക് എന്നാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ ഒരു അക്കൗണ്ട് റെന്റ് അക്കൗണ്ട് എന്നും മറ്റേ അക്കൗണ്ട് ചെക്ക് അക്കൗണ്ട് എന്നും പറയത്തില്ല. ചെക്ക് വരുമ്പോഴൊക്കെ നമ്മൾ അതിനെ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പറയുന്നത്.
ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും ഓർത്തിരിക്കുക, ചെക്ക് വരുമ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്. ഇവിടെ ഗുഡ്സ്, പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പർച്ചേസ്ഡ് ഫർണിച്ചർ ബൈ ക്യാഷ് എന്ന് കണ്ടു. നമുക്ക് നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ബൈ ക്യാഷ്. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്, ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഡ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന എന്തിനേയും നമുക്ക് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ ചെന്നാൽ അവിടെ വിൽക്കുന്നത് എന്താണ്? തുണികളാണ്, ഡ്രസ് ഐറ്റംസ് ആണ്. അതാണ് ആ ബിസിനസ്സിൻ്റെ ഗുഡ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ കസ്റ്റമേഴ്സ് എടുക്കുന്നതെല്ലാം ആ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഗുഡ്സ് ആണ്. നിങ്ങളൊരു ഫോൺ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഫോൺ ആണെങ്കിലും അതിൻ്റെ ആക്സസറീസ് ആണെങ്കിലും അതൊക്കെ നമ്മൾ ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ, ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്, ക്യാഷ് അക്കൗണ്ട്. രണ്ടെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഗുഡ്സിനെ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയത്തില്ല, അതേസമയം പർച്ചേസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. പർച്ചേസ് അക്കൗണ്ട് അതായത് വിൽക്കാൻ വേണ്ടി ബിസിനസ് വാങ്ങുന്ന എന്തിനേയും നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ആണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ട് എന്ന് നിങ്ങൾ പറയരുത്. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് പറഞ്ഞു. ഇനി അടുത്തത് പർച്ചേസ് ഗുഡ്സ് ഫ്രം XYZ. നേരത്തെ നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് ആയിരുന്നു, ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിയത്. ഇത്തവണ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം XYZ. XYZ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്, ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കൂട്ടാം കേട്ടോ, പേഴ്സൺ. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒരു കമ്പനിയോ എന്തോ ആയിക്കോട്ടെ, ഒരു സ്ഥാപനമോ ഇൻഡിവിജ്വലോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം XYZ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഗുഡ്സ് ആയതുകൊണ്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഗുഡ്സ് വാങ്ങിയത്? XYZൽ നിന്നും കടത്തിനാണ് വാങ്ങിയത്. നമ്മൾ പൈസ കൊടുത്തിട്ടില്ല, കടത്തിനാണ് വാങ്ങിയത്. അപ്പോൾ അത് നമ്മുടെ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഇത്ര രൂപ വിലയുള്ള ഒരു ഗുഡ്സ് ഇന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങി എന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ എന്തൊക്കെയാണ്? പർച്ചേസ് അക്കൗണ്ടും അതുപോലെ തന്നെ XYZ അക്കൗണ്ടും. ഈ XYZന് നമ്മൾ പൈസ, ഗുഡ്സ് വാങ്ങിച്ച പൈസ കൊടുക്കാനുണ്ട് എന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ XYZ എന്ന് പറയുന്ന പുതിയൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ XYZ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന രണ്ട് അക്കൗണ്ടുകളിലെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്, നമുക്കറിയാം. അടുത്ത അക്കൗണ്ട് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഗുഡ്സ് എന്ന് പറയുന്നത് വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ എന്താണ് ഗുഡ്സ് സോൾഡ് ചെയ്തു, അതായത് സെയിൽ ചെയ്തു. സെയിൽ ചെയ്യുമ്പോൾ, അതായത് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുന്ന അക്കൗണ്ട് സോൾഡ് അക്കൗണ്ട് അല്ല, സെയിൽസ് അക്കൗണ്ട് ആണ്. അതായത് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ സെയിൽസ് അക്കൗണ്ട് ആണ് അവിടെ വരുന്നത്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ എ. എന്ന് പറയുന്ന ഒരാൾക്ക് ഗുഡ്സ് സോൾഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഗുഡ്സ് സെയിൽ നടത്തുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് സെയിൽസ് അക്കൗണ്ട് ആണ്.
ഇവിടെ ആരാണ് നമുക്ക് ഇങ്ങോട്ട് പൈസ അല്ലേ, നമ്മൾ സാധനം കൊടുത്തു, പക്ഷേ മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾ നമുക്ക് പൈസ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ എന്ത് റെക്കോർഡ് ചെയ്യണം? മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് പൈസ തരാനുണ്ട്. അപ്പോൾ ആരുടെ അക്കൗണ്ടാണ് അവിടെ ഓപ്പൺ ആക്കേണ്ടത്? മിസ്റ്റർ എ അക്കൗണ്ട്. മിസ്റ്റർ എ എന്ന് പറയുന്ന ആള് ഗുഡ്സ് സെയിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ക്യാഷ് തരാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെയിൽസ് അക്കൗണ്ടും മിസ്റ്റർ എ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ട്രാൻസാക്ഷൻസ് എടുത്ത് ഓരോ അക്കൗണ്ടുകളെയും ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോയിലോട്ടും അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസും ആ ട്രാൻസാക്ഷൻസിൽ വരുന്ന അക്കൗണ്ട് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അടുത്ത വീഡിയോയിൽ ഓരോ ട്രാൻസാക്ഷൻസും അതിൽ വരുന്ന 2 അക്കൗണ്ടുകളും ആ 2 അക്കൗണ്ടുകളുടെ ട്രാൻസാക്ഷൻ മൂലം ബിസിനസ്സിൽ ഉണ്ടാകുന്ന മാറ്റം, അതായത് ബിസിനസ്സിൻ്റെ ആസ്തി കൂടുമോ കുറയുമോ, ഏതാണ് കൂടേണ്ടത് എന്താണ് കുറയ്ക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.